നമ്മളെല്ലാവരും സാധാരണ പല രീതിയിൽ നമ്മൾ മാക്രോണി ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചൈനീസ് സ്റ്റൈലിൽ ഒരു മാക്രോണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചില്ലി ചിക്കൻ മാക്രോണിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ഇത് അത്യാവശ്യം ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സ്പൈസസ് കുറച്ച് കുരുമുളകൊക്കെ കുറച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ, കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൽ കൂടെ നമ്മുടെ മാക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു അത്യാവശ്യം വെന്ത് വരുന്ന പരുവമാകുമ്പോൾ നമുക്കതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ ഊറ്റിയൊന്ന് മാറ്റി വെക്കാം. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അത്യാവശ്യം എരിവ് നല്ലതുപോലെ ഉണ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുളകുകൾ മാത്രം അതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ നമ്മുടെ മാക്രോണി അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ മാറ്റി വെക്കാം. കൂടുതൽ സമയം വെക്കുന്നതിനനുസരിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയോട് നിങ്ങൾ മാക്സിമം ഇതിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അത്യാവശ്യത്തിന് ഒരു 5-8 വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നതിന് ശേഷം ആ ഒരു പച്ച ചോയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം, അധികം ലോവും ആവാൻ പാടില്ല, ഹൈയും ആവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കനൊന്ന് കുറച്ച് നേരം ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു റെഡ് കളറൊക്കെ ഒന്ന് പോയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിരുന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടെ കുറച്ചും കൂടെ തിന്നായിട്ടാണ് ആവശ്യമെങ്കിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ ഒരു ഇത്തിരി നമുക്കൊന്ന് ഇതിലൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ബാക്കിലത്തെ ഒരു 2 ടീസ്പൂണ് ഒരു വൈറ്റ് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ചിക്കൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു പച്ച ഒരു ചുവ ഉണ്ടാവില്ല, അത് മാറുന്നത് വരെ ഒന്ന് ആ ഓയിലിൽ കിടത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എല്ലാ ചിക്കനും ആ സ്പ്രിംഗ് ഒനിയൻ്റെ ആ പീസസും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ടാൽ കൂടുതൽ എരിവ് ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് തന്നെ കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടെ ഒന്ന് എല്ലാത്തിനും ഈ ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ മെയിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3-3.5 ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി സോസ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് റെസിപ്പിയായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളമൊന്ന് തിളച്ച് വരുമ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ബൗളിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാത്രമേ ആ ഒരു ടെക്സ്ചറിൽ വരത്തുള്ളൂ. അത് ഒരു കുറുകിയ ഒരു പരുവത്തിലേക്ക് നമ്മുടെ മിക്സ് വരത്തുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് നന്നായിട്ട് കുറുകിയിട്ട് നമ്മുടെ ആ ചില്ലി ആ ഒരു ഇതിൻ്റെ ഒരു സോസിൻ്റെ അതേ കറക്റ്റ് ഇതിലായി വരും. കണ്ടോ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയിട്ട് നന്നായിട്ട് കുറുകി വറ്റിച്ചെടുക്കരുത്. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ തന്നെ ഒരു 6 നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ നടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുക. അതിഷ്ടമില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ഒരു ടൈമിൽ ഉപ്പും കൂടെ നോക്കി ഇളക്കി, ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണിയും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ ഇളക്കി നന്നായിട്ട് ഒന്ന് എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രിംഗ് ഓനിയൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.